ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ രാജിവെക്കുന്ന ഒഴിവിൽ മാനന്തവാടി MLA OR കേളു മന്ത്രിയായേക്കും. CPIM സംസ്ഥാന കമ്മിറ്റി അംഗമെന്നതും ആദിവാസി ക്ഷേമ സമിതി അധ്യക്ഷൻ എന്നതും കേളുവിന് അനുകൂല ഘടകങ്ങളാകും. പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആരെങ്കിലും പാർട്ടി ഇതുവരെ മന്ത്രിയാക്കിയിട്ടില്ല. തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായി മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമെന്നാണ് സൂചന. നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനം. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ആർ ശ്രീജിത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, കെ രാധാകൃഷ്ണൻ, പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള കെ രാധാകൃഷ്ണൻ മന്ത്രിയാകുമ്പോൾ OR കേളു പരിഗണിക്കപ്പെടുകയാണ്. മറ്റാളുകളുടെ ഉൾപ്പെടെ പേരുകൾ പരിഗണനയിൽ ഉണ്ടായിരുന്നു. സച്ചിൻ ദേവിന്റെ ഉൾപ്പെടെ പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ OR കേളുവിന് തന്നെ നറുക്കു വീഴുമെന്നാണോ? ബിനിൽ, CPM-ന്റെ സംഘടനാ രീതി അനുസരിച്ച് മന്ത്രിസഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിക്കുമ്പോൾ ആദ്യമായി പരിഗണിക്കുന്നത് അവരുടെ പാർട്ടി സംഘടനാ ശ്രേണിയിലെ സീനിയോറിറ്റിയാണ്. അതനുസരിച്ചാണ് OR കേളുവിന് പ്രഥമ പരിഗണന ലഭിക്കുമെന്ന കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് കെ രാധാകൃഷ്ണൻ മന്ത്രിസഭയിലെ ദളിത് വിഭാഗത്തിന്റെ പ്രതിനിധിയായിരുന്നു. അദ്ദേഹം സ്ഥാനമൊഴിയുമ്പോൾ, അദ്ദേഹം രാജിവെക്കുമ്പോൾ പകരമായും ആ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെയാണ് ഈ മന്ത്രിയായി പരിഗണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷത്തെ CPM-ന്റെ ദളിത് MLA-മാരിൽ ഏറ്റവും സീനിയറായ നേതാവ് OR കേളുവാണ്. അദ്ദേഹം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. മാത്രമല്ല CPM-ന്റെ വർഗബഹുജന സംഘടനയായ ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ്. ഇത് മാത്രമല്ല OR കേളുവിന്റെ യോഗ്യതകൾ. അദ്ദേഹം മാനന്തവാടിയിൽ നിന്ന് ഉള്ള MLA ആണ്. പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. ഇതുവരെയും CPM-ന്റെയോ LDF-ന്റെയോ ചരിത്രത്തിൽ ആരും ഇതുവരെ പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഒരാളെ മന്ത്രിയാക്കിയിട്ടില്ല. അതുകൊണ്ട് ചരിത്രപരമായ ആ തീരുമാനത്തിലേക്ക് CPM എത്തും എന്നാണ് ഈ OR കേളുവിനെ പരിഗണിക്കുന്നതോടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അത്തരമൊരു ഇപ്പോൾ അടിസ്ഥാന വിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു, മുന്നണിയിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു, അവരുടെ വോട്ടുകൾ ലഭിക്കുന്നില്ല എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു ഫലം വന്ന സാഹചര്യത്തിൽ അടിസ്ഥാന വിഭാഗത്തിൽ നിന്നുള്ള ഒരു OR കേളുവിനെ പരിഗണിക്കുമെന്ന് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല OR കേളുവിന്റെ സീനിയോറിറ്റി മറ്റു ചില കാര്യങ്ങളുമുണ്ട്. അദ്ദേഹം 2ാം ടൈം MLA ആണ്. ഇപ്പോഴത്തെ 2 ടൈം മാനദണ്ഡം അനുസരിച്ച് ഇനി അദ്ദേഹത്തിന് MLA ആവാൻ അവസരമില്ല. 2 ടൈം കഴിഞ്ഞ ആളുകളെ മാറ്റുന്ന വ്യക്തമാണ്. അദ്ദേഹം മാനന്തവാടിയിൽ നിന്ന് തുടർച്ചയായി 2 തവണ ജയിച്ചു വന്ന ആളാണ്. മാനന്തവാടി പൊതുവിൽ ഒരു കോൺഗ്രസ് മണ്ഡലമായിരുന്നു. അവിടെ മുൻ മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മിയെ പരാജയപ്പെടുത്തിയാണ് OR കേളു ജയിച്ചു വന്നത്. തുടർച്ചയായി 2ാം തവണയും അപ്പോൾ അദ്ദേഹത്തെ തന്നെ കെ രാധാകൃഷ്ണൻ രാജിവെക്കുന്ന ഒഴിവിൽ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടർ TV ആർ ശ്രീജിത്ത് പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത. നാളെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു തീരുമാനമുണ്ടായേക്കും.